ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. മലപ്പുറത്തെ പെരുമ്പടപ്പ പഞ്ചായത്തിനും കിലയ്ക്കും പുരസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരളത്തിൽ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തും. തദ്ദേശ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF 16 LDF 11 NDA 2 സീറ്റിലും വിജയിച്ചു. കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി പദ്ധതിക്കായി പാലക്കാട് ജില്ലയിൽ 105 ഏക്കർ വിട്ടു നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. ലോക്സഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവെച്ച രാജ്യസഭ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നു. പിന്നാലെ രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. 2024 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ വിതരണം ചെയ്യും. വിവിധ വിഭാഗങ്ങളിലായി 45 പുരസ്കാരങ്ങളാണ് നൽകുന്നത്. കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ പഞ്ചായത്തും കിലയും പുരസ്കാരം ഏറ്റുവാങ്ങും. പുരസ്കാരം നേടിയ പഞ്ചായത്തുകളുടെ നൂതനവും ഫലപ്രദവുമായ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബുക്ക്ലെറ്റ് കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നടത്തിയ ഇടപെടലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കിലയുടെ ഡയറക്ടർ A. നിസാമുദ്ദീൻ IAS ആകാശവാണി വാർത്തകളോട്. ഈ വർഷത്തെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ കിലയ്ക്ക് പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനും നടത്തിയ ഇടപെടലുകൾക്കാണ് കിലയെ ദേശീയ തലത്തിൽ 1ാം സ്ഥാനത്തിന് അർഹമാക്കിയിരിക്കുന്നത്. ഈ അവാർഡിലൂടെ കിലയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ അംഗീകാരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ അവാർഡിന്റെ ഭാഗമായി സമ്മാനദാനം ഈ വരുന്ന 11-ാം തീയതി ഡൽഹി വിജ്ഞാൻ ഭവനിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് വിതരണം ചെയ്യുന്നത്. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രതന്ത്രജ്ഞൻ, ഭരണാധികാരി എന്നീ നിലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ് പ്രണബ് മുഖർജിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരളത്തിലെത്തി. രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് അദ്ദേഹം എത്തിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജില്ലാ കളക്ടർ NSK ഉമേഷിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. EV രാമസ്വാമി നായ്ക്കർ സ്മാരക ഉദ്ഘാടനവും വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുടെ സമാപന ആഘോഷവും നാളെ വൈക്കത്ത് നടക്കും. വൈക്കം കവലയിലുള്ള തന്തേ പെരിയാർ സ്മാരകം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തും. ഇന്ന് വൈകിട്ട് കുമരകത്താണ് ഇരു മുഖ്യമന്ത്രിമാരുടെയും കൂടിക്കാഴ്ച. സംസ്ഥാനത്തെ തദ്ദേശ വാർഡുകളിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 16 UDFും 11 LDFും 2 NDAയും വിജയിച്ചു. ഒരിടത്ത് സ്വതന്ത്രൻ ജയിച്ചു. തൃശൂരിൽ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ മസ്ജിദ് വാർഡിലെയും നാട്ടികയിലെ 9ാം വാർഡിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPക്കും UDFനും വിജയം. ഈ വിജയത്തെ തുടർന്ന് LDF ഭരിക്കുന്ന നാട്ടിക പഞ്ചായത്തിൽ UDFന്റെ അംഗബലം 6 ആയി. 5 അംഗങ്ങളാണ് LDFനുള്ളത്. BJPക്ക് 3 അംഗങ്ങളുമുണ്ട്. സംരംഭക വർഷം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളം മുഴുവൻ സംഘടിപ്പിക്കുന്ന സംരംഭക സഭകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിർവഹിക്കും. മന്ത്രിമാരായ MB രാജേഷ്, V ശിവൻകുട്ടി, GR അനിൽ എന്നിവർ മുഖ്യാതിഥികളാകും. ഓരോ പഞ്ചായത്തിലും രൂപീകരിച്ച പുതിയ സംരംഭങ്ങളുടെയും നേരത്തെ പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങളുടെയും പ്രതിനിധികളുടെ യോഗമാണ് സംരംഭക സഭ എന്ന പേരിൽ നടത്തുന്നത്. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ശരാശരി 250-ൽ പരം സംരംഭങ്ങൾ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ചിട്ടുണ്ട്. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് ഇന്ന് തുടക്കം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പരിപാടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ 51 കേന്ദ്രങ്ങളിലാണ് ഹാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. 1300-ലധികം വിദ്യാർത്ഥി സംഘങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ഹാക്കത്തോണിന് തുടക്കമായി. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ എന്നീ 2 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. അവസാന റൌണ്ടിലെ മത്സരാർത്ഥികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി പദ്ധതിക്കായി പാലക്കാട് പുതുശ്ശേരിയിൽ 105.26 ഏക്കർ വിട്ടു നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഭൂമി സംസ്ഥാന ഓഹരിയായി കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് കൈമാറും. നോർക്ക റൂട്ട്സിലെ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 വയസ്സിൽ നിന്നും 60 വയസ്സായി ഉയർത്താനും മന്ത്രിസഭ തീരുമാനിച്ചു. പത്തനംതിട്ട ജില്ലയിൽ കടപ്ര വിയപുരം റോഡ് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ടെൻഡർ മന്ത്രിസഭ അംഗീകരിച്ചു. ഡിസംബർ 3 മുതൽ 10 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 4.92 കോടി രൂപ വിതരണം ചെയ്തു. 2210 പേർക്കാണ് തുക അനുവദിച്ചത്. ശബരിമലയിൽ ശുചിമുറി മാലിന്യം സംസ്കരിക്കുന്നതിനായി വിന്യസിക്കുന്ന 2 മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെ ഫ്ളാഗ് ഓഫ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. ഇതിനു പുറമെ 2 മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കൂടി ഈ മാസം 15-ന് ശബരിമലയിൽ എത്തിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്ന് ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂരിലെ ആണ്ടുവിശേഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂർ ഏകാദശി. ക്ഷേത്രത്തിൽ ഭക്തജന തിരക്കേറി വിപുലമായ ആഘോഷങ്ങളാണ് ഗുരുവായൂരിൽ ഒരുക്കിയിട്ടുള്ളത്. കണ്ണൂർ സർവകലാശാലയുടെ സാഹിത്യോത്സവത്തിന്റെ 2ാം പതിപ്പിന് തുടക്കമായി. കണ്ണൂർ താവക്കര ക്യാമ്പസിലാണ് സാഹിത്യോത്സവം നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. 80 സെഷനുകളിലായി 200ഓളം പേരാണ് സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കുന്നത്. കഥയും നോവലും കവിതയും രാഷ്ട്രീയവും സിനിമയും യാത്രയുമെല്ലാം ഇന്നത്തെ വേദികളിൽ വിഷയമാകുന്നുണ്ട്. ഉത്തര കേരളം അറിവിന്റെ ഈറ്റില്ലം എന്ന വിഷയത്തിൽ രാവിലെ CV ബാലകൃഷ്ണൻ, സിതാര S എന്നിവർ സംസാരിച്ചു. 4 വേദികളിലായാണ് പരിപാടികൾ നടക്കുന്നത്. വടക്കിന്റെ കഥനതാളങ്ങൾ, പാട്ടിന്റെ വർത്തമാനം, നാടകത്തിന്റെ ഭാവി തുടങ്ങിയ വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഉത്തര കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക മേഖലകളെ അടയാളപ്പെടുത്തുകയാണ് 2 ദിവസത്തെ സാഹിത്യോത്സവം. അരീക്കോട് ഗവൺമെന്റ് ITIയിൽ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് മേള സംഘടിപ്പിച്ചു. കാരക്കുന്ന് മെക്കോൺ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ മാനേജിംഗ് ഡയറക്ടർ ദ്വാരക ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. 13 സ്ഥാപനങ്ങളും 100ഓളം ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബോട്ട് ദുരന്തമായ തേക്കടി ബോട്ടപകടം നടന്ന് 15 വർഷം പിന്നിടുമ്പോൾ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു. നാളെ തൊടുപുഴ 4th അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ തുടങ്ങുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 2009 സെപ്റ്റംബർ 30 KTDCയുടെ ഇരുനില ബോട്ടായ ജലകന്യക മുങ്ങി 23 വനിതകളും കുട്ടികളുമടക്കം 45 പേർ മരിച്ച തേക്കടി ദുരന്തമുണ്ടായത്. മരണപ്പെട്ടവരിലേറെയും തമിഴ്നാട്, ബാംഗ്ലൂർ, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്, മുംബൈ, ഹരിയാന, ന്യൂഡൽഹി, കൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ്. സംഭവത്തിൽ ബോട്ടിലെ ഡ്രൈവർ, ലാസ്കർ, ബോട്ട് ഇൻസ്പെക്ടർ തുടങ്ങിയവരെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അപകടവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ 2 തരത്തിലുണ്ടെന്ന് 2014 കോടതി കണ്ടെത്തി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് EA റഹീമാണ് ഹാജരാകുന്നത്. കേസിൽ 309 സാക്ഷികളെയാണ് വിസ്തരിക്കാനുള്ളത്. നെടുമങ്ങാട് താലൂക്ക് തല അദാലത്ത് നാളെ പഴകുറ്റിയിൽ നടക്കും. ഇന്നലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നടന്ന താലൂക്ക് തല അദാലത്തിൽ വിവിധ വകുപ്പുകളിലായി ലഭിച്ച 713 അപേക്ഷകളിൽ 428 എണ്ണം തീർപ്പാക്കി. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് മറ്റന്നാൾ തിരുവനന്തപുരത്ത് തിരിതെളിയും. മേളയുടെ ഭാഗമായി മുതിർന്ന നടിമാരെ ആദരിക്കും. ഞായറാഴ്ച വൈകുന്നേരം മാനവീയം വീഥിയിലാണ് പരിപാടി നടക്കുന്നത്. ഈ മാസം 20 വരെ നീളുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. കണ്ണൂർ പിലാത്തറ കോക്കാട് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് ഇന്ന് തുടക്കമാകും. 15 വർഷങ്ങൾക്കു ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധം. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് വിതരണം ചെയ്യും. മലപ്പുറത്തെ പെരുമ്പടപ്പ പഞ്ചായത്തിനും കിലയ്ക്കും പുരസ്കാരം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളത്തിൽ. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തും. തദ്ദേശ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF 16 LDF 11 NDA 2 സീറ്റിലും വിജയിച്ചു. കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി പദ്ധതിക്കായി പാലക്കാട് ജില്ലയിൽ 105 ഏക്കർ വിട്ടു നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. 7ാമത് സ്മാർട്ട് ഇന്ത്യ ഹാക്കത്തോൺ ഫൈനൽ റൌണ്ടിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.